പിയാനോ ആ വലിയ ലൈറ്റിന്റെ താഴെ വെച്ചതും വിശാൽ സാറ് അത് വായിക്കുമ്പോ തന്നെ ആ ലൈറ്റ് പൊട്ടി വീണതും സ്വാഭാവികമായി സംഭവിച്ചതല്ല. പിന്നെ വിശാൽ സാറിനെ അപകടപ്പെടുത്താൻ ബലക്കുറവുള്ള കയറ് മനഃപൂർവ്വം ഉപയോഗിച്ചതാ. എന്നെ കൊല്ലാൻ ശ്രമിച്ചാണെന്നോ? അതെ. ആര്? വിശാൽ സാറ് ആ പിയാനോ വായിക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് ആരാ? അങ്കിള്. ആ അപകടത്തിന് പിന്നിൽ അദ്ദേഹം തന്നെയാ. വെറുതെ തോന്നുന്നതെല്ലാം വിളിച്ച് പറയല്ലേ പാർവതി. അങ്കിൾ എന്തിനാ എന്നെ കൊല്ലുന്നത്? അതിന് മാത്രം എന്ത് ശത്രുതയാ അങ്കിൾ എന്നോടുള്ളത്? ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. നീ വിളിച്ചു പറയുന്ന വിഡ്ഢിത്തങ്ങൾ വിശ്വസിക്കാൻ തൽക്കാലം എനിക്ക് പറ്റില്ല. ഞാൻ എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ അങ്കിളിനെ കാണുന്നതാണ്. അങ്കിളിന് എന്നോടുള്ള സ്നേഹം ഇന്നലെ ഈ വീട്ടിൽ കയറി വന്ന് നിനക്കറിയില്ല. എന്നോട് പറഞ്ഞത് പോട്ടെ, ഇനി നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. അവരുടെ വായിലിരിക്കുന്നതേ നീ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് എല്ലാവരും വിശ്വാസം, അതാ നിങ്ങളുടെ പ്രശ്നം. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കാം. പക്ഷേ ആ ഷാൻലിയർ പൊട്ടി വീണതിന് പുറകിൽ അങ്കിളാണെന്ന് തെളിവുകൾ സഹിതം നീ എനിക്ക് ബോധ്യമാക്കി തരണം. പറ്റോ? നാളെയും ഇവിടെ എന്തൊക്കെയോ പരിപാടി ഉണ്ടല്ലോ, എന്തോ പൂജയും മറ്റും. നിന്റെ മേൽനോട്ടത്തിലല്ലേ അതും? പോയി അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ചെല്ല. വിശാൽ സാറ് ആ പിയാനോ വായിക്കണമെന്ന് ഏറ്റവും കൂടുതൽ നിർബന്ധം പിടിച്ചത് ആരാ? എനിക്ക് കഴിയുമെന്ന് തോന്നില്ല അങ്കിളെ. എന്റെ കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. ഇത് അത്രയ്ക്കൊന്നുമില്ലടാ. ഈ കൈ കൊണ്ട് കീബോർഡ് വായിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ അപകടത്തിന് പിന്നിൽ അദ്ദേഹം തന്നെയാ. प्रभातोद्यत्प्रभाकरः सुप्रभां प्रभूत प्रमुद्युत प्रमितिप्रता प्रदद भुवन प्रभव प्रभुष्णां प्रणौमि सततं क्षीभां श्रीयंबिका. ഒരുക്കങ്ങൾ അതിവിശിഷ്ടമായിരിക്കുന്നല്ലോ. എല്ലാം പാർവതി തന്നെ ചെയ്തതാ. അവൾക്കൊരു കൈ സഹായത്തിന് ഗാർഗ്യം ഉണ്ടായിരുന്നു. പാർവതിയുടെ ഈശ്വരോ രക്ഷതോ.
5 കുടം വെള്ളം ഒരുക്കി വയ്ക്കാൻ പറഞ്ഞിരുന്നു. ഇവിടെയല്ലല്ലോ, ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെക്കാനല്ലേ സ്വാമിജി പറഞ്ഞത്. ഞാൻ അവിടെ വെച്ചത്. ഇവിടെ കൊണ്ടുവയ്ക്കണോ? വേണ്ട, അവിടെ തന്നെയാ വേണ്ടത്. 5 കുടം വെള്ളം എന്തിനാണാവോ? ഒരു പൂജയ്ക്കും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. 5 കുടം ജലം, അതും 5 പുണ്യനദികൾ എന്നാണ് സങ്കല്പം. ഇവിടെ 5 തിരിയിട്ട ഭദ്രദീപം തെളിയിച്ച് 5 കുടം ജലത്തിൽ കുളിക്കണം. പഞ്ചതീർത്ഥ സ്നാനം എന്നാണ് പറയുക. 5 പുണ്യനദികളിൽ തീർത്ഥാടനം ചെയ്ത ഫലം പാർവതിക്ക് ലഭിക്കും. അല്ല, പാർവതി ഇനിയും കുളിക്കണോ? കുളിച്ചിട്ടാ ഇതൊക്കെ അറേഞ്ച് ചെയ്തത്. ദീപം തെളിയിച്ച് ദേവിയെ സ്തുതിച്ചാൽ ശ്രീ പരമേശ്വരി നേരിട്ട് എഴുന്നള്ളുമെന്നും ജഗദംബിക തന്നെ ഉപാസകയെ പഞ്ചതീർത്ഥ സ്നാനത്തിന് കൊണ്ടുപോകുമെന്നുമാണ് വിശ്വാസം. പിന്നെ ദേവിക്ക് അതല്ലേ പണി. ഇത്രയും ബുദ്ധിയില്ലാത്ത ഇയാളെയാണോ സ്വാമിജി എന്ന് വിളിച്ച് എല്ലാരും ബഹുമാനിക്കുന്നത്? ദേവി ഒന്ന് പാർവതിയെ കുളിപ്പിക്കും പോലും. ദേവി തന്നെ പാർവതിയെ കുളിപ്പിക്കുന്നോ? വിഘ്നേശ്വരനെ മനസ്സാ പ്രണമിച്ച് ഭദ്രദീപം തെളിയിച്ചോളൂ. ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ദേവി സ്തുതി ചൊല്ലുക. അവള് സ്തുതിക്കേണ്ട താമസേ ഉള്ളൂ. ദേവി ഓടി വന്ന് അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും. സ്വാമിജി പറയുന്നിട്ട് എല്ലാരും ഭക്തിയോടെ നിൽക്കുന്നുണ്ടില്ലേ ഈ വരദോഷികള്. നിങ്ങളാരാ? ഞാൻ ആരായാലും പുറത്തേക്ക്. ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന കാണുന്നില്ലേ? വെല്ലുപോലും അടിക്കാതെ കയറിങ്ങി വരും. മര്യാദയില്ലേ നിങ്ങക്ക്? പുറത്തേക്ക് നിൽക്ക്. പോവാനല്ലേ പറഞ്ഞേ? ഒരു നിമിഷം. ഇങ്ങോട്ട് വന്നോളൂ. ആരാ? ഞാൻ അപർണ. അപർണ. അപർണ എന്ന് പറയുമ്പോൾ പാർവതി, ശ്രീ പരമേശ്വരി. നക്ഷത്രം എന്താ? കൃതിക, കാർത്തിക. പാർവതി ദേവിയുടെ നക്ഷത്രവും കാർത്തിക തന്നെ. ഇവള് സാക്ഷാൽ ദേവിയാണെന്നാണോ സ്വാമിജി പറഞ്ഞു വരുന്നത്? ദേവി സ്തുതി കേട്ട് വന്നതാ ഞാൻ. ഈ ഒരുക്കങ്ങൾ കണ്ടിട്ട് ശ്രീ പരമേശ്വരി പൂജയാണെന്ന് തോന്നുന്നു. ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്.
ഞാൻ ഇവിടെ നിന്നോട്ടെ. അല്ല, കുട്ടി എവിടുന്നാ? പുണ്യകർമ്മങ്ങൾ നടക്കുന്നിടത്ത് പലരും കേട്ടറിഞ്ഞു വരും. അവരെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കരുതെന്നാണ് പ്രമാണം. പാർവതി പൂജയിൽ ഇതിനു മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കുട്ടിയാണോ ഉപാസക? അതെ. പഞ്ചതീർത്ഥ സ്നാനം കഴിഞ്ഞില്ലല്ലോ? ഇല്ല. പഞ്ചതീർത്ഥ സ്നാനം പരമേശ്വരി പൂജയിൽ പ്രധാനമാണ്. ഉപാസക കൂടുതൽ വിമലീകരിക്കപ്പെടും. ഞാൻ കുട്ടിയെ സഹായിക്കാം. ആയിക്കോട്ടെ. വരൂ. ചേച്ചി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പുറത്തുള്ളവർ അറിയുന്നുണ്ട്? ആ പാർവതി എന്തോ പൂജ ചെയ്യാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് ദേവിയെ ഒരു പെണ്ണ് കെട്ടിയൊരുങ്ങി വന്നില്ലേ? കാശാലക്ഷ്യം. എങ്ങനെയോ അറിഞ്ഞ് കെട്ടിയെഴുന്നള്ളി വന്നതല്ല പ്രതാപ. അതിന്റെ പിന്നില് കൃത്യമായൊരു പ്ലാനിംഗ് ഉണ്ട്. പാർവതി സാധാരണക്കാരി അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ഗൂഢശ്രമമാണത്. മനസ്സിലായില്ല. എടാ മണ്ട, ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്ക്. സ്വാമിജി വരുന്നു. പിറകെ പാർവതിയുടെ പ്രാർത്ഥന കേട്ട് ദേവിയുടെ വേഷം കെട്ടി ഒരു സ്ത്രീ വന്നു. അവളുടെ പ്രാർത്ഥന കേട്ട് ജഗദീശ്വരി നേരിട്ട് എഴുന്നള്ളി എന്ന് വിശ്വസിച്ചാൽ പാർവതിയുടെ ഗ്രാഫ് ഉയർന്നില്ലേ? അവളെപ്പോലെ പുണ്യം ചെയ്ത ഒരു പെൺകുട്ടി ഈ ഭൂമിയിൽ വേറെ ഇല്ല എന്ന് സ്ഥാപിക്കാനുള്ള അടവ്. ദേവിയുടെ പൂച്ചയ്ക്ക് ഇപ്പൊ പുറത്താവും ചേച്ചി. അതിനുള്ള പണിയൊക്കെ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ വേഷം കെട്ടി വന്നവളെ വിശാല് തന്നെ ചെവിക്ക് പിടിച്ച് പുറത്തു കളയും. ചേച്ചി കണ്ടോ? എന്നോട് പറയാതെ നീ വീണ്ടും പണി ഒപ്പിച്ചോടാ. ഇതൊരു ചെറിയ പണിയാ ചേച്ചി. 5 കുടങ്ങളിൽ വെറും പച്ചവെള്ളം, എന്നിട്ട് പഞ്ചതീർത്ഥ സ്നാനം എന്ന് പേരും. ആ 5 കുടം വെള്ളത്തിൽ കുളിച്ചാല് പാർവതി എന്തായിത്തീരുമെന്ന് ആ സ്ത്രീ പറഞ്ഞത്? വിമലീകരിക്കപ്പെടുമെന്ന്. എന്ന് വച്ചാൽ അവൾക്ക് ദേവിയെ പോലെ ശുദ്ധി കൈവരുമെന്ന്. എന്നാലേ ശുദ്ധിയല്ല പാർവതിക്ക് കൈവരാൻ പോകുന്നത്. മേലാസകലം വ്രണങ്ങളും പൊള്ളലുവാ അവക്ക് കൈവരാൻ പോകുന്നേ. പൊള്ളലോ? എങ്ങനെ? ഇതൊരു തരം കെമിക്കലാ ചേച്ചി. ഈ കെമിക്കൽ വെള്ളത്തിൽ കലർന്നാലുള്ള അവസ്ഥ ഓർക്കാൻ കൂടി വയ്യ. ദേഹമെല്ലാം പൊള്ളി വ്രണമാവും, മുടി മുഴുവൻ കരിഞ്ഞു പോവും. ചേച്ചി കണ്ടോ? അതിലൂടെ 2 നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ പോകുന്നേ. ഒന്ന്, ആ പെണ്ണിനെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന അളിയൻ ചമ്മി നാശമാവും. രണ്ടാമത്തെ നേട്ടം, പാർവതിക്ക് സിക്സ്ത് സെൻസ് ഉണ്ടെങ്കിൽ വെള്ളത്തിൽ കെമിക്കൽ കലക്കിയത് അവൾ മുൻകൂട്ടി അറിയില്ലേ? വിശാലിനെ കൊല്ലുന്നതിന് മുമ്പ് അവളെ കൊല്ലണോ എന്ന് നമുക്ക് ഇന്ന് തീരുമാനിക്കാൻ കഴിയും. പഞ്ചതീർത്ഥ സ്നാനം കഴിഞ്ഞാൽ 5 പുണ്യനദികളിൽ മുങ്ങിക്കുളിച്ച പുണ്യം പാർവതിക്ക് ലഭിക്കും. ഗംഗ, യമുന, ഗോദാവരി, നർമ്മദ, കാവേരി. ഈ പുണ്യനദികളിൽ പാർവതിയുടെ അകവും പുറവും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈ ചടങ്ങ്.
പാർവതി ദേവിയെ പൂർണ്ണമായും മനസ്സിൽ ധ്യാനിച്ചു വേണം ഈ ചടങ്ങ് നടത്താൻ. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം നടത്തപ്പെടുന്ന ഒരു ചടങ്ങാണിത്. ഇരിക്കും. പുണ്യം ലഭിച്ച വേദനയില് അവള് ജീവനും കൊണ്ട് ഓടുന്നത് കാണാൻ ഞങ്ങളിവിടെ നിൽക്കുകയാണ് ദേവി. വേഗം കുളിപ്പിക്കേ. ഇവള് വെറുതെ സമയം കളയാണല്ലോ. മഞ്ഞളൊക്കെ പിന്നെ പുരട്ടി കൊടുക്കാം. അവളുടെ തലവഴി ആ വെള്ളം എടുത്ത് ഒഴിക്കേ. വേഗം. ചേച്ചി നോക്ക്. കുറച്ച് ആര്യവേപ്പില കൊണ്ടുവരൂ. ചെല്ലുമോളെ. പാർവതി കുളിക്കുന്ന കാണാനാണ് എവിടെ നിൽക്കുന്നത്? വേറെ പണിയൊന്നുമില്ല രണ്ടാക്കും. ഓടാടുന്നു. അത് വെറും കുളിയല്ലല്ലോ, പഞ്ചതീർത്ഥ സ്നാനമല്ലേ. കുളി കഴിഞ്ഞാൽ അവൾ സാക്ഷാൽ ദേവിയായി മാറും. അത് കണ്ട് പുണ്യം നേടാനും അവളുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനുമാ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ. അമ്മയുടെ സംസാരം കേട്ടിട്ട് എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ തോന്നല്ലോ. ഓടാ. വെള്ളം അവളുടെ ദേഹത്ത് ഒഴിക്കേ വേണ്ടു. പിന്നെ കാണാൻ പൂരം. അങ്കിളെ, ആ വെള്ളത്തിന് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ? ഒന്ന് പോടാ അവിടുന്ന്. അവൾ എന്താ അത് ഒഴിക്കാത്തത്? അങ്കിളിന്റെ പണി പാളിപ്പോയല്ലോ. വേപ്പിലകൾക്ക് വിഷാംശം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അങ്കിൾ അതിൽ എന്താണ് കലക്കിയതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി അതുകൊണ്ട് കാര്യമില്ല. അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയൂ എന്റെ അങ്കിളേ. അപ്പൊ അറിഞ്ഞോളാം. നീ ഇപ്പൊ പോയി തരൂ. പോയാലോ? നീ എന്തിനാ നിൽക്കുന്നേ? വാ.